അങ്ങനെ മറ്റൊരു ഈസ്റ്റർ കൂടി വരവായി. അനാരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായി മാറട്ടെ ഈസ്റ്റർ. ഈസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഈസ്റ്റർ എഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈസ്റ്റർ എഗ്സ് യേശു ക്രിസ്തുവിൻ്റെ റിസറക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മൾ എഗ്ഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്ന എഗ്ഗ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു ഘടകമായിട്ടാണ്. എന്നാൽ അതൊരു മിഥ്യയാണ്. എഗ്ഗിൽ ആക്ച്വലി ഒരു വൈറ്റ് പോർഷനും ഉണ്ട്, യോക്ക് പോർഷനും ഉണ്ട്. വൈറ്റ് പോർഷനിൽ പ്രോട്ടീൻ മാത്രമാണുള്ളത്. എന്നാൽ യോക്ക് പോർഷനിൽ കൊളസ്ട്രോളും ഫാറ്റും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൽ പ്രോട്ടീനും മറ്റ് വൈറ്റമിൻസും മിനറൽസും കൂടി യോക്ക് പോർഷനിൽ വരുന്നു. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യോക്ക് പോർഷനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിന് വേണ്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉള്ളത്. ഒരു കോഴിക്കുഞ്ഞ് വരുന്നതും ആ യോക്ക് പോർഷനിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യോക്ക് പോർഷനും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ വളരെ കീ ആയിട്ടുള്ള ഘടകം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര എഗ്സ് ഒരു ദിവസം കഴിക്കാമെന്നുള്ളതാണ്. പൊതുവേ പറയുന്ന സേഫ് ആയിട്ട് ഒരു എഗ്ഗ് ഫുള്ളായിട്ട് കഴിക്കാമെന്നുള്ളതാണ്. അതുമാത്രമല്ല 2-3 എഗ്സ് കഴിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല, അത് ഫുള്ളായിട്ട് കഴിക്കുന്നതുകൊണ്ടും പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എഗ്ഗ് കറികളിലോ അല്ലാതെയോ കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈവൻ പ്രമേഹ രോഗികളിൽ പോലും. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. വിഷ് യു എ ഹാപ്പി ഈസ്റ്റർ ഫ്രം AJ Endo Talks. താങ്ക് യു.